കാണിച്ചു വെച്ചിരുന്നത്? ഞാൻ അവളോട് പറഞ്ഞിട്ട് ടോയ്ലറ്റ് പോകാൻ വരുന്ന വിളിക്കണോന്ന്. നേരത്തെ എത്രാമത്തെ ബെഡ്ഷീറ്റ് മാറണമെന്ന് അറിയാമോ? അതിങ്ങനെ ജോലിക്കൊന്നും നിർത്താൻ പറഞ്ഞ നിർത്തും, അതുമില്ല. എന്റെ വീട്ടിൽ അല്ലാണ്ട് എന്താണ്? നിങ്ങളോട് എത്ര നാളായി ഞാൻ പറയുന്നു അമ്മനെ നോക്കാൻ ഒരാൾ നിർത്താൻ വേണ്ടി. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ അമ്മനെ എവിടെയും കൊണ്ടുവന്നാക്കിക്കോ. ഇനി എന്നെ കൊണ്ട് നോക്കാൻ പറ്റില്ല. എടി ഞാൻ നോക്കുന്നുണ്ട്, നല്ലൊരാളെ കിട്ടാഞ്ഞിട്ടല്ലേ. നീ ഒരു കുറച്ച് ദിവസം കൊണ്ട് ക്ഷമിക്കും. നല്ലോണം ക്ഷമിക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾ ഒരുപാട് നോക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് തന്നെ ഇതിന് തീരുമാനം ഉണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. ഡോക്ടർ, വിശേഷമൊന്നുമില്ലല്ലോ? ഭക്ഷണമൊക്കെ കഴിക്കണോട്ടോ, എല്ലാം ശരിയാക്കി. ചേട്ടാ, ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞത് അമ്മയ്ക്ക് ഇനി അധികം ദിവസങ്ങളൊന്നും ഇല്ലാന്നാണ്. കൂടി വന്ന ഒരു മാസം. അതുകൊണ്ട് നീ അതുവരെ ഒന്ന് ക്ഷമിക്കും, അമ്മേനൊന്ന് ശുശ്രൂഷിക്കും. ഇനിയിപ്പോ ഒരു മാസം കൂടെ സഹിച്ചാ മതിയല്ലോ. ഓക്കെ ഓക്കെ, മതി മതി മതി. നാളത്തെ പാടില്ല, നാളത്തെ ഉഷാറായിട്ട്. എന്റെ മോളെ എന്നെ പൊന്നുപോലെ നോക്കണേ. ഇനിയിപ്പോ മുറി തന്നെ ഇരിക്കണമെന്നില്ല, പുറത്തേക്ക് ഇറങ്ങണം.
അമ്മച്ചിക്ക് ബീപ്പ് ഇത്തിരി കൂടുതലാണ്. നല്ല കെയർ കൊടുത്താൽ മതി, റിക്കവർ ചെയ്ത് പോന്നോളൂ. ഓക്കെ. ഞാൻ ആ മേശമ്മ ഫയലിന്റെ അതവിടെ ഇരിപ്പുണ്ടാവും. അവിടെ നോക്കിട്ട് അവിടെ കാണുന്നില്ലാന്നേ. എനിക്കറിയില്ലോടെ മര്യാദയ്ക്ക് നോക്ക്. അത് ശരി. ഇപ്പൊ നിങ്ങളുടെ അമ്മയും മോളും ഒന്നായി കഴിഞ്ഞപ്പോ എന്റെ കാര്യം നോക്കാൻ സമയമില്ല. അതെ, ഞങ്ങൾ അമ്മയും മോളും ഒന്നായി. അല്ല അമ്മേ, അമ്മ എണീറ്റ് എത്ര സമയമായിട്ടോ? എണീക്ക്. എന്റെ റെഡി കഴിഞ്ഞു. ഇന്നലെ എന്തൊക്കെയാണ് അമ്മ പറഞ്ഞത്? 5 മണിക്ക് ഞാൻ എനിക്ക് റെഡിയാകുന്നു. ഇത്രയും സമയമായിട്ട് അമ്മ എണീറ്റിട്ടില്ല. അമ്മ എത്ര നാളെ അമ്മ പള്ളിയിൽ പോണത്? കൂട്ടുകാരികളൊക്കെ ഒരുപാട് കാണാലോ ഒന്ന്. അമ്മേ, അമ്മ എനിക്ക് വേഗം എന്റെ റെഡി കഴിഞ്ഞോട്ടോ. അമ്മേ എനിക്ക് ഇത് എന്തോ ഉറക്കാണെന്ന് പറഞ്ഞത്. അമ്മ എണീറ്റേ. അമ്മേ 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 ചേട്ടാ. എന്താടേ അമ്മ ചേട്ടാ, എനിക്കില്ല. അമ്മ